നമസ്കാരം. രാജ്യത്ത് വീണ്ടും നിയന്ത്രണങ്ങൾ കടുക്കുകയാണ്. പ്രധാനമന്ത്രിയുടെ ചില നിർദ്ദേശങ്ങൾ പൊതുജനങ്ങൾ എല്ലാവരും തന്നെ അറിഞ്ഞിരിക്കണം. ആ ഒരു നിയന്ത്രണം എല്ലാവരും പാലിക്കണം എന്നുള്ളതാണ് കേന്ദ്ര നേതൃത്വത്തിന്റെ നിർദ്ദേശമായി വന്നിരിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകൾ ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവയ്ക്കുന്നു. നാളെ 2026 മെയ് മാസം 12-ാം തീയതി ബുധനാഴ്ച ദിവസം, നാളെയും വരും ദിവസങ്ങളിലും പൊതുജനങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട, എല്ലാവരുടെയും അറിവിലേക്കായി എല്ലാവരും തന്നെ ശ്രദ്ധിച്ചിരിക്കേണ്ട ചില അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. വീഡിയോ അവസാനം വരെ കാണുക. മറ്റുള്ളവരിലേക്കും ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്തെത്തിക്കുവാനും നിങ്ങൾ മറക്കരുത്. സർക്കാർ അറിയിപ്പുകൾ യഥാസമയം ലഭിക്കുന്നതിന് വേണ്ടി വാട്സപ്പ് ഗ്രൂപ്പിലും ജോയിൻ ചെയ്യുക. അപ്പോൾ നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമതായി പങ്കുവയ്ക്കുന്ന അറിയിപ്പ്, അമേരിക്ക ഇറാൻ യുദ്ധത്തെ തുടർന്നുണ്ടായ സാമ്പത്തിക പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ രാജ്യവ്യാപകമായി ചിലവ് ചുരുക്കാൻ നടപടികൾ ശക്തമാക്കണമെന്ന് പ്രധാനമന്ത്രി വീണ്ടും ആഹ്വാനം ചെയ്തിരിക്കുകയാണ്. ഗുജറാത്തിലെ വഡോദരയിൽ നടന്ന പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇന്ധന ഉപഭോഗം കുറയ്ക്കാൻ പൊതുഗതാഗതവും ഇലക്ട്രിക് വാഹനങ്ങളും കൂടുതൽ ഉപയോഗിക്കണമെന്നും സർക്കാർ സ്വകാര്യ ഓഫീസുകളിൽ വർക്ക് ഫ്രം ഹോം സംവിധാനത്തിലേക്ക് മാറണമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. വിദേശ നാണ്യ ശേഖരത്തിനും ഇറക്കുമതി ആശ്രയത്തിനും മേലുള്ള സമ്മർദ്ദം കുറയ്ക്കാൻ ജനങ്ങളുടെ കൂട്ടായ പങ്കാളിത്തം അനിവാര്യമാണ്. യുദ്ധാവസ്ഥ തുടരുന്നതിനാൽ ആഗോള വിതരണ ശൃംഖലകൾ തകരാറിലായതും ഇറക്കുമതി സാധനങ്ങളുടെ വില കുത്തനെ ഉയർന്നതുമാണ് ആശങ്കയുണ്ടാക്കുന്നത്. ഇന്ത്യയുടെ ഇറക്കുമതിയിൽ വലിയൊരു വിഹിതം ക്രൂഡ് ഓയിലാണ്. എണ്ണ വിതരണം ചെയ്യുന്ന മേഖല ഇപ്പോൾ സംഘർഷത്തിന്റെയും അനിശ്ചിതത്വത്തിന്റെയും പിടിയിലാണ്. അതിനാൽ സ്ഥിതി സാധാരണ നിലയിലാകുന്നതുവരെ രാജ്യത്തിന്റെ താൽപര്യത്തിനായി എല്ലാവരും സഹകരിക്കണം. ഒരു വാഹനത്തിൽ കൂടുതൽ പേർ യാത്ര ചെയ്യണം. ഡിജിറ്റൽ സാങ്കേതിക വിദ്യ നിരവധി കാര്യങ്ങൾ എളുപ്പമാക്കിയിട്ടുണ്ട്. അതിനാൽ സർക്കാർ സ്വകാര്യ ഓഫീസുകളിൽ വെർച്വൽ മീറ്റിംഗുകൾക്കും വർക്ക് ഫ്രം ഹോമിനും മുൻഗണന നൽകണം. സ്കൂളുകൾക്കും താൽക്കാലികമായി ഓൺലൈൻ ക്ലാസുകൾ നൽകണം. സ്വർണ്ണ ഇറക്കുമതിക്കായി വലിയ തോതിൽ പണം ചെലവഴിക്കപ്പെടുന്നു. താൽക്കാലികമായി സ്വർണം വാങ്ങുന്നത് ഒഴിവാക്കണം. വിദേശ ഉൽപ്പന്നങ്ങൾക്ക് പകരം തദ്ദേശീയ ഉൽപ്പന്നങ്ങൾക്ക് മുൻഗണന നൽകണമെന്നും പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്തു. മറ്റ് രാജ്യങ്ങളിൽ ഇതിനോടകം തന്നെ നിയന്ത്രണങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായും പ്രധാനമന്ത്രിയുടെ ഈ ഒരു നിർദ്ദേശം രാജ്യ താൽപര്യം മുൻനിർത്തി നമ്മളെല്ലാവരും തന്നെ ഒത്തൊരുമിച്ച് ഈ ഒരു നിർദ്ദേശത്തോടൊപ്പം നിൽക്കുകയാണ് ഈ ഒരു സമയങ്ങളിൽ ചെയ്യേണ്ടത്. അടുത്തതായി ശ്രദ്ധിച്ചിരിക്കേണ്ട അറിയിപ്പ്, ഈ ആഴ്ച അവസാനത്തോടെ തെക്കൻ ബംഗാൾ ഉൾക്കടലിന്റെ ചില ഭാഗങ്ങൾ, അന്തമാൻ കടൽ, അതുപോലെ തന്നെ അന്തമാൻ നിക്കോബാർ ദ്വീപുകൾ എന്നിവിടങ്ങളിൽ തെക്ക് പടിഞ്ഞാറൻ കാലവർഷം എത്താൻ സാധ്യതയുണ്ട്. തെക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം നിലനിൽക്കുന്നു. അടുത്ത 48 മണിക്കൂറിനുള്ളിൽ ന്യൂനമർദ്ദം കൂടുതൽ ശക്തിപ്പെടാൻ സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നു. തെക്കൻ കർണാടകയ്ക്ക് മുകളിലായി സമുദ്രനിരപ്പിൽ നിന്ന് 5.8 കിലോമീറ്റർ ഉയരത്തിൽ മറ്റൊരു ചക്രവാത ചുഴിയും നിലനിൽക്കുന്നു. 2026 മെയ് 14 മുതൽ 16 വരെ കേരളത്തിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. അടുത്ത 5 ദിവസങ്ങളിൽ കേരളത്തിലും മാഹിയിലും ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും മണിക്കൂറിൽ 30 മുതൽ 50 കിലോമീറ്റർ വരെ വേഗതയിൽ വീശിയേക്കാവുന്ന ശക്തമായ കാറ്റിനും സാധ്യത എന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നുണ്ട്. അടുത്തതായി പങ്കുവയ്ക്കുന്ന അറിയിപ്പ്, സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതിയിലെ അടുത്ത ഗഡു 25-ാം തീയതി ശേഷം ഗുണഭോക്താക്കളുടെ അക്കൗണ്ടുകളിൽ ലഭ്യമാവുന്നതാണ്. 2 മാസത്തെ ലഭിക്കാനുണ്ട്. അതായത് കഴിഞ്ഞ മാസത്തെയും ഈ മാസത്തെയും ചേർത്ത് 2000 രൂപയാണ് ഗുണഭോക്താക്കളുടെ അക്കൗണ്ടുകളിൽ ലഭിക്കേണ്ടത്. അപ്പോൾ തീർച്ചയായും ഈ ഒരു സർക്കാർ അധികാരത്തിലേറിയതിനു ശേഷം 25-ാം തീയതിക്ക് ശേഷം വിതരണം ഉണ്ടാകും എന്നാണ് സർക്കാർ വൃത്തങ്ങളിൽ നിന്നും ലഭിക്കുന്ന സൂചന. അടുത്തതായി പങ്കുവയ്ക്കുന്ന മറ്റൊരു അറിയിപ്പ്, സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ വൈകിയേക്കുമെന്ന് സൂചന. പുതിയ സർക്കാരിനെ സംബന്ധിച്ച് കേരളത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധി വലിയ വെല്ലുവിളിയായിരിക്കും. UDFന്റെ പ്രഖ്യാപനത്തിൽ ഒന്നായ ക്ഷേമ പെൻഷൻ 3000 രൂപയാക്കിയാൽ മാസം 1680 കോടി രൂപ ഇതിനായി മാത്രം വേണ്ടിവരും. കിഫ്ബി വഴി എടുത്ത വായ്പകൾ സംസ്ഥാനത്തിന്റെ മൊത്തം കടമെടുപ്പ് പരിധിയിൽ ഉൾപ്പെടുത്തിയ കേന്ദ്ര തീരുമാനം കേരളത്തിന്റെ സാമ്പത്തിക ആരോഗ്യത്തെ ഇതിനകം പ്രതികൂലമായി ബാധിച്ചിട്ടുണ്ട്. പ്രതികൂല സാഹചര്യത്തിൽ UDF സർക്കാർ എങ്ങനെ മുന്നോട്ടു പോകും എന്നാണ് ഏവരും ഉറ്റുനോക്കുന്നത്. ക്ഷേമ പെൻഷൻ ഈ മാസം കുടിശ്ശികയാവാനും സാധ്യതയുണ്ട്. അടുത്ത മാസം 2 ഗഡുവും കൂടി ഒന്നിച്ചുള്ള വിതരണമായിരിക്കും പ്രതീക്ഷിക്കേണ്ടത്. അതോടൊപ്പം തന്നെ സ്ത്രീകൾക്ക് സൗജന്യ യാത്രയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇതിനായി 150 കോടി രൂപ പ്രതിമാസം സർക്കാർ അനുവദിക്കേണ്ടി വരും. ഇത്രയും വലിയ തുക എല്ലാ മാസവും സർക്കാരിന് കൊടുക്കാനാവുമോ എന്നുള്ളതും ഒരു ചോദ്യചിഹ്നമാണ്. പദ്ധതിയെ സ്വാഗതം ചെയ്യുമ്പോഴും ജീവനക്കാരുടെ ആശങ്ക ശമ്പളം മുടങ്ങുമോ എന്നതിലാണ്. പൊതുജനങ്ങൾ എല്ലാവരും തന്നെ ശ്രദ്ധിച്ചിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളുടെ വിശദവിവരങ്ങളാണ് പങ്കുവച്ചത്. മറ്റുള്ളവരിലേക്കും ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്തെത്തിക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റിലൂടെ എഴുതി അറിയിക്കുക. പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും അനൂപ് സൈനിങ് ഓഫ്.